ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാലും ഞങ്ങൾ 3 പേരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എനിക്കും അച്ചാച്ചനും ഒന്നിച്ച് ഓഫ് കിട്ടിയൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുറച്ച് മൊമെൻറ്റ്സാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ, ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ ഇവിടെ ഒരു വെജ് എന്ന് പറഞ്ഞൊരു കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അച്ചാച്ചൻ പറഞ്ഞേ. അവിടെ വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് ഒന്നും കിട്ടത്തില്ല. പൊതുവേ എനിക്ക് നോൺ വെജാണ് ഇഷ്ടം, വെജിറ്റേറിയൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. ഞാൻ ഈ കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഷെയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇത് കരാമ പാർക്കാണ്. ആ മരമൊക്കെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല രസമുള്ളതായിട്ട് തോന്നി, നല്ല പച്ചപ്പ്. ഇപ്പം ഇവിടെ തണുപ്പാണെങ്കിൽ ഈ ഉച്ച സമയത്ത് ചൂടിന് കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വെജി എന്ന് പറയുന്നത്, വെജി അല്ല വെജ് മീ എന്നാണ് കടയുടെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ ഒരു നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രസവും പിന്നെ കറികളുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസ്തറും ഞാനും അച്ചാച്ചനും നന്നായിട്ട് കഴിച്ചു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ എൻ്റെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അവിടെ മീൽസിന് വെറും 5 ദർഹമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5 ദർഹത്തിന് അത്രയും നല്ല കറിയും ചോറൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ പാഴ്സലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ 1 ദർഹം കൂടെ കൂടത്തേ ഉള്ളൂ. 6 ദർഹംസിന് പാഴ്സൽ വാങ്ങി പോകാം. പക്ഷേ ഡെലിവറി ഒന്നുമില്ല, നമ്മൾ പോയി വാങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോയിലാണ് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. എനിക്ക് ഡോക്ടറിനെ കാണാനുണ്ടായിരുന്നു. പിന്നെ എസ്തറിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നതുകൊണ്ട് അപ്പം എന്നാൽ ഡോക്ടറിനെ ഒന്ന് കാണിച്ച് നോക്കാം. പിന്നെ വെയിറ്റൊക്കെ എങ്ങനെ ഉണ്ട്, കാരണം ഈ ഇടയ്ക്ക് അവർക്ക് പനിയൊക്കെ ആയിരുന്നല്ലോ അച്ചാച്ചനും എസ്തറിനും. അപ്പോൾ വെയിറ്റ് കുറഞ്ഞോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാൽ ഒന്ന് ഡോക്ടറിനെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോസ്പിറ്റൽ അടുക്കാറായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അകത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയെന്നുള്ളതാണ് സത്യം. എൻ്റെ ഡോക്ടറിനെ ഒന്ന് കണ്ടു, പിന്നെ എസ്തറിനെ ഒന്ന് ഡോക്ടറിനെ കാണിച്ചു. ചെസ്റ്റൊക്കെ ക്ലിയർ ആണ്. ചുമ അങ്ങനെ വരുന്നത് എന്തെങ്കിലും അലർജി കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വെയിറ്റ് നോക്കിയപ്പം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ പോകുന്നത് പള്ളിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അച്ചാച്ചന് ഇങ്ങനെ ഒന്ന് ഓഫൊക്കെ ഒന്നിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ ഓഫ് കിട്ടുമ്പോഴാണ് നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് ഒന്നിച്ച് പോകുന്നത്. അപ്പോൾ പള്ളിയിലും നമ്മൾ പോകുന്നത് മെട്രോയ്ക്കാണ്. ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും ഹോസ്പിറ്റലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അങ്ങനെ കാണിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മെട്രോയിൽ ഓൾറെഡി ഊദ്മേത്ത സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ നമ്മുടെ പള്ളിയിലോട്ട്. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ചർച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് മാതാവിനെ ഒന്ന് കാണുമ്പം മാതാവിൻ്റെ അടുത്ത് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പോകും. കാരണം അച്ചാച്ചൻ ഇവിടെ ജോലിക്ക് വന്നപ്പം കിട്ടാനൊക്കെ കുറച്ച് പാടായിരുന്നു. അന്നേരം ഇവിടെ വന്ന് ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും തക്ക സമയത്ത് മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കേട്ടോ എന്ന് പറയുന്നത് നിർത്തണമെന്ന് എന്നോട് ഒരാൾ കമൻ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അറിയാതെ ഇങ്ങനെ വായു വന്നു പോകുന്നതാണ്. അവിടെ ബാസ്ക്കറ്റ് ബോൾ കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് എസ്തർ കുറേ നേരം ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി. അവിടെ എന്തോ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എസ്തർ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തിട്ട് പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ. ബസ്സിനാകുമ്പോൾ എളുപ്പം നമുക്ക് വീട്ടിലെത്താനായിട്ട് പറ്റും. പിന്നെ മീനൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് നമ്മൾ ക്യാരി ഫുഡ് നമ്മുടെ അടുത്തൊരു കടയാണ് കേട്ടോ, അവിടെ കയറി. അപ്പോൾ എസ്തർ അവിടെ എന്തോ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ സാധനമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ചായയും പിന്നെ മുട്ട ബജിയും പിന്നെ ഒരു ബ്രെഡ് റോളാണെന്ന് തോന്നുന്നു കേട്ടോ, അതും വാങ്ങിച്ചു. അച്ചാച്ചൻ അപ്പോഴത്തേക്ക് സാധനം വെക്കാനാന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പം ഞാനും എസ്തറും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. ശരിക്കും നിർത്തണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ചായ കുടി കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ
ഒരു എനർജി കുറവൊക്കെ പോലെ തോന്നുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചായ കുടിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എനർജിയൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫീലിങ്സാണ്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, എനിക്ക് അറിയത്തില്ല ഉള്ളതാണോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരുപാട് ചായ കുടിക്കാറില്ലെങ്കിലും അങ്ങനെ തോന്നുമ്പോൾ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം, അതൊരു സുഖം തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 പേർക്കും നന്നായിട്ട് ഒന്നിച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന് കേട്ടോ. ഞാൻ ചുമ്മാ അത് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞതിന് എസ്തർ എനിക്ക് പോസ് ചെയ്ത് തരുവാണ്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ലിഫ്റ്റ് പേടിയാണ് എസ്തറിന്. ഒരു ദിവസം ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒന്ന് സ്റ്റക്കായ പിന്നെ ലിഫ്റ്റ് കയറത്തേ ഇല്ല എസ്തർ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ചാച്ചനാണ് ഇന്ന് കുക്കിങ് കേട്ടോ. അച്ചാച്ചൻ കുക്കിങ്ങും ഞാൻ ക്ലീനിങ് വാഷിങ് അങ്ങനെയൊക്കെയാണ്. അതാകുമ്പോൾ നമ്മുടെ പണി കഴിയും. ഒരാൾ തന്നെ എല്ലാം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ലല്ലോ. അങ്ങനെ മീൻകറിയും ചമ്മന്തിയും ചേന മെഴുക്കോട്ടി ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞാൽ നമുക്ക് ചട്ടിച്ചോറ് പോലെ കഴിച്ചാലോ എന്ന്. അതാകുമ്പോൾ എസ്തറിനും ഇഷ്ടമാണ്, അവൾ കഴിച്ചോളും. ചട്ടി പിന്നെ വീട്ടിൽ 2-3 എണ്ണം ഉള്ളത് കൊണ്ട് ചട്ടിച്ചോറ് ഉണ്ടാക്കാനും പാടില്ലല്ലോ, എന്തായാലും കറിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചു. പിന്നെ എസ്തറിന് വേണ്ടി ഞങ്ങൾ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം മീൻകറി ഇനി എരിവായതുകൊണ്ട് കൂട്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെ ചട്ടിക്കകത്തൊക്കെ ചട്ടിച്ചോറെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അവൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ വീഡിയോ ഇങ്ങനെ എടുക്കണം, ചോറൊക്കെ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു. അവിടെ ഒരു സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവൾ കഴിച്ചോളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളും പിന്നെ സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ കറിയും ഇടുന്നുണ്ട് കേട്ടോ. കഴിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം നമുക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫിലിം കൂടെ കാണാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് ഓഫ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ടി വിയിൽ ഏതെങ്കിലുമൊക്കെ ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കാണാറുണ്ട് കേട്ടോ. എസ്തർ നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടത്തിന് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഫുഡ് കഴിക്കും. ഞങ്ങൾ വാരിയൊന്നും കൊടുക്കാറില്ല, കാരണം അവൾ സ്കൂളിൽ ചെല്ലുമ്പോഴും തന്നെ ഫുഡ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ എസ്തറിനും ചട്ടിച്ചോറുണ്ടാക്കി, എനിക്കും ചട്ടിച്ചോറുണ്ടാക്കി കേട്ടോ. അപ്പോൾ ഒരു പഴഞ്ചൻ പ്രണയം എന്നാണ് ഫിലിമിൻ്റെ പേര് കേട്ടോ. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു. ലവ് യു ഓൾ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.